പാലാ മരിയ സദനം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഒക്ടോബർ 10 നടക്കുന്ന ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കാനായി തലപ്പലം പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൽസമ്മ തോമസ് അധ്യക്ഷയായിരുന്നു. കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സന്തോഷമൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും രോഗികളെ കൊണ്ട് ചെല്ലുന്നതല്ലാതെ നമുക്ക് നിങ്ങൾ പിടിച്ചോ എന്നും പറഞ്ഞ് ചെല്ലുന്ന രീതിയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും തിരിച്ചു കൊണ്ടുപോവുകയില്ല. മരിക്കുന്നോളം വരെ അവിടെ കിടക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ആൾക്കാരെ ഏൽപ്പിക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റുകഴിഞ്ഞാൽ അവിടെ ആയുഷ്കാലം, അതായത് മരണം വരെ ഏറ്റുതരുന്ന ഒരു ചുമതലയാണ് മരിയ സദനത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പം ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ നമുക്ക് ഏത് രീതിയിൽ ഇപ്പം 2 കോടിയിലധികം കടമുണ്ട്. ആ രീതിയിലാണ് ഓരോ ദിവസവും 1 ലക്ഷം രൂപ വെച്ച് വരിക എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കി അവരുടെ എക്സ്പെൻസ് എത്രമാത്രം ആരെയും പണ്ടുവിടാൻ പറ്റുമോ? നമുക്കറിയാം, ഒരു നേരം നമുക്ക് ഭക്ഷണമില്ല, നമ്മൾ ആരും സഹിക്കുകയില്ല, നേരെ നിൽക്കുകയില്ല, നമ്മൾ തളർന്നു വീഴും. അപ്പം അവിടെ ചെന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു വരവ് വരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാനസിക വിഭ്രാന്തിയുള്ള ആളുകളുടെ എണ്ണം ധാരാളം കൂടുന്നു. പല കാരണങ്ങളുണ്ട്. ആൽക്കഹോളിസം, ഡ്രഗ്, അല്ലാതെ മറ്റ് വിധിപ്രവർത്തനങ്ങൾ, ഇതൊന്നും അല്ലാതെ ഓർമ്മനശിക്കൽ രോഗം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. മുമ്പൊക്കെ അനാഥാലയം എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആളുകളെ നോക്കുന്ന വൃദ്ധസദനങ്ങളാണ്. പിന്നെ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇതിലുണ്ട്. വൃദ്ധസദനം നടത്താൻ വലിയ പാടില്ല. അതിന് കുറച്ച് വയസ്സാക്കില്ല. മാനസിക വിഭ്രാന്തി പ്രഭാവം നോക്കാന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു മാസത്തെ പരിധി 15,000 രൂപ, 20,000 രൂപ ഒരാൾ. നമുക്കറിയാവുന്ന പോലെ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരാളെ കൊണ്ടുവന്നത് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു 1 ലക്ഷം രൂപയാണ് കേസാണ്. 500 പേർക്കാണ് 1 ലക്ഷം. അപ്പോൾ ഒരു ദിവസം 200 രൂപ ഉണ്ട്. അത് കാരണം അവിടെ സേവനം ചെയ്യുന്നവരെ, രോഗം ഭേദമായവരുടെ സഹായങ്ങൾ, പിന്നെ ഏറ്റവും കോസ്റ്റ് കുറച്ചുള്ള. വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ വിശ്വനാഥ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി ബെന്നി, മെമ്പർമാരായ സതീഷ് കെ ബി, കൊച്ചുറാണി ജെയ്സൺ, റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ VA ജോസ്, KPN സുരേഷ്, ദേവയാനി, TM തോമസ് താളനാനി, പാലാ നഗരസഭ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ക്രിയാത്മകമായ രീതിയിൽ കഴിയുന്നത്ര പണം സമാഹരിക്കാൻ യോഗം തീരുമാനിച്ചു.